രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുക മാത്രമല്ല, അവിടെ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നവർക്ക് ഏറ്റവും കാര്യമായി ആവശ്യമായി ഉള്ളത് വീട് തന്നെയായിരുന്നു. അപ്പോൾ നൂറുകണക്കിന് വീടാണ് ഒഴുകിപ്പോയത്. വീട് അവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് പോലും ബാക്കിയാവാതെ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം ഒഴുകിപ്പോയ ജനതയ്ക്ക്, അവശേഷിക്കുന്ന ആളുകൾക്ക് കയറിക്കിടക്കാൻ ഒരു വീട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണുകയും ദുരന്തമുണ്ടായി 2 ദിവസത്തിനകം തന്നെ അവിടെ ഞങ്ങളെല്ലാം സന്ദർശിക്കുന്ന ഘട്ടത്തിൽ 25 വീടെങ്കിലും നിർമ്മിച്ചു കൊടുക്കും എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. ആ 25 വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്താൻ ഡിവൈഎഫ്ഐ വളരെ വ്യത്യസ്തമായിട്ടുള്ള വഴികളാണ് തേടിയത്. അതിൽ പ്രധാനമായിട്ടും പഴയ സാധനങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് അതിൽ വലിയൊരു ഭാഗം തുക കണ്ടെത്തിയത്. പിന്നെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുടെ അധ്വാനം എന്ന് പറയുമ്പോൾ തടി ചുമന്നിട്ടുണ്ട്, തെങ്ങിൽ കയറിയിട്ട് തേങ്ങയിട്ട് കൊടുത്തിട്ടുണ്ട്, വാഹനങ്ങൾ കഴുകി കൊടുത്തിട്ടുണ്ട്, കോൺക്രീറ്റ് പണികൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എന്തെല്ലാം അധ്വാനം നടത്തിക്കഴിഞ്ഞാലാണ് നാട്ടിൽ കൂലി കിട്ടുക, അതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയുണ്ടായി. മത്സ്യം പിടിച്ച് വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ പ്രവർത്തനമെല്ലാം നന്നായി മുന്നോട്ട് പോയ ഘട്ടത്തിൽ പിന്നീട് ജനങ്ങളാകെ ഇതിന്റെ ഭാഗമായി മാറുകയായിരുന്നു. വിവിധ വിവാഹങ്ങൾ, ആ വിവാഹ ചടങ്ങുകൾക്ക് മാറ്റിവെച്ചിട്ടുള്ള ആ തുക അങ്ങനെ തന്നെ ഡിവൈഎഫ്ഐയുടെ ഈ ഫണ്ടിലേക്ക് കൈമാറുന്ന നിലയുണ്ടായി. ആഭരണങ്ങൾ ഊരി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൂമി ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. അതുകൂടാതെ ആട്, പശു ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളെ ഞങ്ങളുടെ ഈ ഫണ്ടിലേക്ക് തന്നിട്ടുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങൾ അവരുടെ സമ്പാദ്യ കുടുക്ക അത് ധാരാളം ഞങ്ങളുടെ ഈ ഫണ്ടിലേക്ക് തന്നു. അതുകൂടാതെ അവരുടെ പിറന്നാളിന് അവർ കരുതി വെച്ച കേക്ക് വാങ്ങാനും മധുരപലഹാരം വിതരണം ചെയ്യാനൊക്കെ കരുതി വെച്ച കാശ് രക്ഷിതാക്കളും കുഞ്ഞുങ്ങളും ഞങ്ങളെ ഏൽപ്പിക്കുന്ന നിലയുണ്ടായി. രക്തസാക്ഷി സഖാവ് ധീരജിന്റെ മാതാപിതാക്കൾ, ധീരജ് അന്ന് വയനാട് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കൊല ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ ധീരജിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന പേഴ്സും അവന്റെ സമ്പാദ്യ കൊടുക്കുകയും ധീരജിന്റെ മാതാപിതാക്കൾ ഈ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന അനുഭവമുണ്ടായി. അതെല്ലാം ഏറെ വൈകാരികമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. പിന്നെ ക്ഷേത്രങ്ങളിൽ നിന്ന് വിവിധ ആരാധനാലയങ്ങളിൽ നിന്ന് ഈ പൂജാരിമാരും തന്ത്രിമാരും അവർക്ക് നേർച്ചയായി കിട്ടുന്ന കാശ് അതെല്ലാം ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് തരികയുണ്ടായി. അപ്പൊ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളും ഞങ്ങളുടെ ഈ പരിപാടിയുമായി നല്ലതുപോലെ സഹകരിച്ചു. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഒന്നടങ്കം മറ്റെല്ലാ പരിപാടിയും മാറ്റിവെച്ച് ഈ പ്രവർത്തനത്തിന്റെ ആകെ നേതൃത്വം കൊടുക്കുന്ന നിലയുണ്ടായി. അതുമാത്രമല്ല, ചില ആളുകൾ ഫെലോഷിപ്പുകൾ, യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾ അവർക്ക് കിട്ടുന്ന ഫെലോഷിപ്പ് തുക അങ്ങനെ തന്നെ ഇങ്ങോട്ട് തരുന്ന നിലയുണ്ടായി. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ പല ഘട്ടങ്ങളിലും സർക്കാർ സർവീസിൽ കയറിയവരുണ്ട്. അവരുടെ ശമ്പളത്തിന്റെ ഭാഗം ഞങ്ങൾക്ക് തരുന്ന നിലയുണ്ടായി. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ അവരുടെ വരുമാനത്തിന്റെ വിഹിതം തരുന്ന നിലയുണ്ടായി. അങ്ങനെയെല്ലാം കൂടിയാണ് 25 എന്ന പ്രഖ്യാപനം 100ലേക്ക് എത്തിയത്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒന്നാണ്. കാരണം ഞങ്ങൾ മറ്റു തലത്തിലൊന്നും പണം പിരിക്കാതെ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ ഇത് നാടാകെ ഏറ്റെടുത്തുകൊണ്ട് ഇത് വിജയിപ്പിച്ചു എന്നുള്ളതാണ്. ചായക്കട നടത്താൻ വേണ്ടി ധാരാളം ആളുകൾ രംഗത്ത് വന്നു. ചില ആളുകൾ അവരുടെ ഹോട്ടലുകൾ 1 ദിവസം 2 ദിവസം പൂർണ്ണമായി ഞങ്ങൾക്ക് വിട്ടുതന്നു. പെട്ടിക്കടകൾ ഞങ്ങൾക്ക് വിട്ടുതന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ 2 ദിവസം കച്ചവടം നടത്തിക്കോ. അപ്പൊ ആ കച്ചവടം നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം പൂർണ്ണമായും നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയെല്ലാമുള്ള വൈവിധ്യമാർന്ന വഴികൾ കേരളത്തിനൊരു പുതിയ ചരിത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആ വഴികളിൽ കൂടിയാണ് ഞങ്ങൾക്ക് ഇത്രയും വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പണം സമാഹരിക്കാൻ കഴിഞ്ഞത്